ആ ആറ്റിറ്റ്യൂഡിനെ ഭയക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ വെറുതെ ബ്ലഫ് ചെയ്താൽ മതി കോടതിക്ക് മുന്നിൽ, ഞങ്ങളുടെ കയ്യിൽ ഇത്രയും പരാതി കിട്ടി, ഞങ്ങൾക്ക് ഇത്രയും ഇങ്ങനെയൊക്കെ വിവരങ്ങളുണ്ട് എന്നൊക്കെ ഇങ്ങനെ ബ്ലഫ് ചെയ്താൽ മതി, വേറെ ഡോക്യുമെന്റ് ഒന്നും ഞങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ കോടതി ഞങ്ങളോട് ചോദിക്കില്ല എന്നുള്ളൊരു ആ കോൺഫിഡൻസിനെയാണോ ഭയക്കുന്നത്? വി ആർ എബവ് ഓൾ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. എന്ത് പറഞ്ഞാലും കോടതി അങ്ങ് സമ്മതിച്ചോണം എന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ. ഞങ്ങൾക്കൊന്നും ഒരിക്കലും ആ ധൈര്യമില്ല. ഒരു കോടതി പറയുമ്പോൾ വി ഷുഡ് സേ ഇറ്റ് റീസണബിളി. കോടതിക്ക് കൺവിൻസ്ഡ് ആകാൻ പറ്റുന്ന ആ ചോദ്യം ചിലപ്പോൾ റിലവന്റ് അല്ലാന്നിരിക്കട്ടെ, പക്ഷെ ആ റിലവന്റ് അല്ലെങ്കിൽ പോലും അത് കോടതിക്ക് കൺവിൻസ് ആകുന്ന രീതിയിൽ പറയാൻ കഴിയണം. അങ്ങനെ ആവശ്യമില്ല എന്നുള്ള തോന്നലാണ്. കാരണം ഇന്ന് അവർക്ക് സമയം കൊടുത്തു, ഇന്ന് വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാമായിരുന്നല്ലോ അങ്ങനെ ഉണ്ടായ സംഭവങ്ങൾ, അങ്ങനെയുള്ള വിഷയങ്ങൾ. ഞാനൊരു കാര്യം പറയാം, ഒരു നിയമം ഒരിടത്തുണ്ടായാൽ ആ നിയമം നടപ്പാക്കുന്നത് എക്സിക്യൂട്ടീവാണ്, അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ അതോറിറ്റീസാണ്. ഈ നിയമം നടപ്പാക്കുന്നതിൽ ഒരു അപാകത ഉണ്ടെങ്കിൽ നിയമം മാറ്റുകയല്ല ചെയ്യേണ്ടത്. ഭരണഘടനയ്ക്ക് ഒരു ഭരണഘടനയിൽ ഫണ്ടമെന്റൽ റൈറ്റ് കൊടുത്തു, ഒരു പർട്ടിക്കുലർ ഫണ്ടമെന്റൽ റൈറ്റ് മിസ്യൂസ് ചെയ്യുന്നു, ഉടനെ എന്ത് ചെയ്യണം? ആ ഫണ്ടമെന്റൽ റൈറ്റ് എടുത്ത് മാറ്റണോ? അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആ മിസ്യൂസ് എങ്ങനെയാന്ന് അഡ്രസ് ചെയ്യണം. അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് എക്സിക്യൂട്ടീവ് ലൈനിൽ തന്നെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാകാതെ, അല്ലെങ്കിൽ അവരുടെ അധികാരത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ സെക്ഷൻ 30-ലോ 32-ലോ ഒക്കെ വഖഫ് ബോർഡിന്റെ അധികാരങ്ങളിലേക്ക് വഖഫ് ബോർഡ് പ്രോപ്പറായിട്ട് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പവർ അവർ ആഡ് ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും നേരെയാക്കാനുള്ള വഴികളാണ് നോക്കേണ്ടത്. അല്ലാതെ ഈ വഖഫ് എന്ന കോൺസെപ്റ്റിനെ തിരിച്ചെടുക്കലല്ല വേണ്ടത്. വഖഫ് കിരാതമാണെന്നല്ല പറയേണ്ടത്. അത് നടപ്പാക്കിയതിൽ ഇന്ന കുഴപ്പമുണ്ടെങ്കിൽ ആ കുഴപ്പം മാറ്റുന്നതിന് ഫങ്ഷൻസിലാണ് അമെന്റ്മെന്റ് കൊണ്ടുവരേണ്ടത്, അവരുടെ പ്രൊസീജിയറിലാണ് അമെന്റ്മെന്റ് കൊണ്ടുവരേണ്ടത്. അമെന്റ്മെന്റ് വേണമെങ്കിൽ, അമെന്റ്മെന്റ് വേണ്ടാത്ത കേസ് ആണെങ്കിൽ എക്സിക്യൂട്ടീവ് ആക്ഷന്റെ മേൽ നടപടി എടുക്കുക വേണ്ടത്. ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തിന്റെ വീഴ്ചയോ, അല്ലെങ്കിൽ വഖഫ് ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയോ, അല്ലെങ്കിൽ മുത്തവല്ലിയുടെ വീഴ്ചയോ, അതിനൊക്കെ ശക്തമായ നടപടി എടുക്കാനുള്ള പ്രൊവിഷൻ കൊണ്ടുവരുന്നതിന് പകരം ഈ തെറ്റ് ചെയ്യുന്നവർക്കെതിരെയുള്ള പീനൽ പ്രൊവിഷൻ പോലും ഡൈല്യൂട്ട് ചെയ്യുക. കുഴപ്പം പറ്റുന്നതുകൊണ്ടാണല്ലോ ഇത് സംഭവിക്കുന്നത്. പീനൽ പ്രൊവിഷൻ ഡൈല്യൂട്ട് ചെയ്യുക, പീനൽ പ്രൊവിഷൻ കുറച്ചുകൂടെ സ്ട്രിഞ്ചന്റ് ആക്കണം, എങ്കിൽ മാത്രമേ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുകയുള്ളൂ എന്നാണ് കരുതേണ്ടത്. അതുകൊണ്ട് ഞാൻ അഫ്രൈഡ് എന്ന് ഞാൻ പറഞ്ഞതിന്റെ പോയിന്റ് വേറൊന്നുമല്ല, അവരുടെ ധാർഷ്ട്യം എന്ന് പറഞ്ഞത് എന്തും ചെയ്യാമെന്നുള്ള ധാർഷ്ട്യമുണ്ടല്ലോ. നമ്മുടെ രാജ്യത്തെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ പിന്നെ ലെജിസ്ലേച്ചറിലും എക്സിക്യൂട്ടീവിലും ജുഡീഷ്യറിലും നിൽക്കുമ്പോൾ ജുഡീഷ്യറി ചോദിക്കുന്ന ചോദ്യത്തിന്റെ റിലവൻസ് മനസ്സിലാക്കി മറുപടി കൊടുക്കാൻ എക്സിക്യൂട്ടീവിന് കഴിയണം. അല്ല, അതിന്റെ ആവശ്യമില്ലാന്ന് എക്സിക്യൂട്ടീവ് ചോദിച്ചാൽ ജുഡീഷ്യറിന്റെ പവറിനെ എക്സീഡ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതൊരു ഭീതിയോടെ കാണേണ്ട കാര്യമാണ്. എപ്പോഴെങ്കിലും എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി പവറിനെ എക്സീഡ് ചെയ്യുന്നു, അല്ലെ അവരെ വകവെക്കേണ്ടതില്ല എന്ന് തോന്നിയാൽ റൂൾ ഓഫ് ലോ തകർന്നു എന്നാണ് അതിനർത്ഥം.